അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ചില കടകളിലൊക്കെ നിർത്തി ത്രൂ ഔട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് പോവാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞില്ലേ. ഇവിടുന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്ന വരിക അറ്റ്ലീസ്റ്റ് ഒരു 5-6 ബേക്കറീസിൽ നിർത്തും. മൈ ഗോഡ്. ചിപ്സ് എന്റെ ഒരു വീക്ക്നെസ് ആണ്. ചിപ്സ് പിന്നെ അതുപോലെ എന്തും. ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് ചക്ക പൊരിച്ചത്. ഞങ്ങളുടെ പഴംപൊരി പോലെ ചക്ക. അയ്യോ എന്റെ വായിന്ന് ഇപ്പോഴും വെള്ളം വരുന്നു റബ്ബേ. എന്താ പറയാ, ഞാൻ ഒരു 15 കഴിച്ചു. ഷ്യാം അവിടെ നിന്ന് കഴിക്കായിരുന്നു. എനിക്ക് വരുന്നില്ല വണ്ടിയിലേക്ക്. ജിമ്മിൽ പോയിട്ട് ഒരു കാര്യമില്ല. ജിമ്മിന്റെ കോച്ചിനോട് പറയാം, കുറെ കാര്യങ്ങൾ ചോദിക്കാം. എന്റെ അടുത്ത് ജിമ്മിന്റെ കോച്ച് എന്നും പറയും. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രൂട്ട് കടയുണ്ട് കേട്ടോ. അത് എന്താ പറയാ, ഞാൻ എങ്ങോട്ട് അവിടെ വണ്ടി നിർത്തിയില്ലെങ്കിൽ പുള്ളിക്കാരന് സങ്കടമാണ്. അയ്യോടാ, നമുക്ക് ഫ്രൂട്ട് കടയിൽ നിർത്താം. ഓക്കെ ഉണ്ടോ ഇക്ക? എന്താണെന്ന് ഇപ്പം ചോദിക്കും. എന്താ ചോദിക്കും? മിണ്ടല്ലേ. ഇന്ന് ഞാൻ ഫ്രൂട്ട് വാങ്ങാൻ വന്നതല്ല. കണ്ടോ ഇവിടെ ഒരാളെ ക്യാമറ? നമുക്ക് പുറത്തു പോവാം. ഷംന ഇങ്ങനെ പറഞ്ഞു, ഒരു എന്ത് സംഭവം കിട്ടുന്ന ഒരു ഫ്രൂട്ട് കടയുണ്ട്, എന്റെ സ്വന്തം ഒക്കെയാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ മകളെ പോലെ എങ്ങനെ ഇങ്ങനെ വണ്ടിയിലൊക്കെ നിർത്തിയിട്ട് അതോ വന്ന് കയറി എടുത്ത് എല്ലാം ഇങ്ങനെ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. അവിടെ വണ്ടിയിൽ പറയേണ്ട സാധനം ഞാൻ എടുത്തു കൊടുക്കും. എനിക്ക് തോന്നുന്നു മരടിൽ വന്നപ്പോ മുതൽ ഇപ്പൊ ഒരു 5 years ആയല്ലോ, ഇവിടെ തന്നെയാ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത്, വേറെ എവിടുന്നും. പിന്നെ അതുപോലെ വണ്ടി ഇങ്ങനെ പോകുമ്പോ എങ്ങാണ്ട് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ നോക്കും, ഇന്നൊന്നും വാങ്ങിയില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറെ നാൾ ഷൂട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ മമ്മി ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ചോദിക്കും, ഇല്ല ഇവിടെ ഷൂട്ടിങ്ങിലാണോ എന്നൊക്കെ. അല്ലെങ്കിൽ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വിളിച്ച് പറയും, മോളെ ഇവിടെ വന്നിട്ട്. അത് അതുപോലെ തന്നെ മാങ്ങ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോ അത് തരും, തിന്നു നോക്കൂ, രണ്ടെണ്ണൊക്കെ തന്നു വിടും. അപ്പൊ ഇപ്പൊ എന്താ നമുക്ക് എടുക്കാൻ പറ്റിയ ഐറ്റം? എനിക്കൊരു തക്കാളി കിട്ടി. വേറെ എന്തെങ്കിലും? ആക്ച്വലി ജീനുവിനാ കൊടുക്കണ്ട. അപ്പൊ ജീനുവിന് ഇന്ന് ഞാൻ എന്റെ ഫേവറേറ്റ്, ഈ ശരീരത്ത് ഒരു മുന്തിരിയെ പോവുള്ളൂ, വളരെ വലിയ ഒരു മുന്തിരി മതി. അത് നല്ല കൊള്ളാട്ടോ, ഒരെണ്ണം കൂടെ. അതുപോലെ തന്നെ ഇപ്പം ഇൻ കേസ് വേറെ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കുന്ന പറയുമ്പോൾ വേണ്ട അത് വേണ്ട വാങ്ങണ്ടെന്ന് പറയും. എന്നോട് പറയും. അപ്പൊ ബാക്കി എല്ലാരും ക്വാളിറ്റി ഇല്ലാത്തോ? അല്ല, സ്വന്തം മോളപ്പുരാന്ന് പറഞ്ഞല്ലോ. അപ്പം പിന്നെ വീട്ടിലെ ആൾക്കാർക്കാണല്ലോ കൂടുതൽ പ്രിഫറൻസ്. ഫ്രൂട്ട് കച്ചവടമൊക്കെ പൊടിക്കും. എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ബൈ പറയാനല്ലേ. താങ്ക് യു സോ മച്ച് ഇക്ക. നമുക്ക് ഈ വഴി പോകുമ്പോൾ ഞാനിവിടെ നിർത്താം. ശരി, ബൈ. ഓക്കെ.